പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മൾ പൊതുവെ വീടൊക്കെ ചെയ്യുമ്പോൾ ലിവിംഗ് റൂമിലോട്ട് മിക്കവാറും പ്ലഗ് പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ഇട്ട് വെച്ച് കാണും. പക്ഷേ പലപ്പോഴും നമുക്കൊരു മിസ്റ്റേക്ക് പറ്റാറുണ്ട്. ഇതിൻ്റെ പൊസിഷൻ എന്താ, ടി വി എവിടെ വരുന്നതെന്ന് കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു പ്രൊജക്റ്റാണ്. ഇവിടെ ആ ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് കാണാൻ കഴിയും. മുന്നേ നമ്മൾ പ്ലഗ് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ അതിന് ഹൈറ്റ് കുറച്ച് കൂടുതലായിരുന്നു. ഓക്കെ, അപ്പം പുതിയ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഈ ഒരു പ്ലഗിലോട്ടാണ് ടി വിയുടെ പ്ലഗ് പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ ഉള്ള പ്ലഗിലാണ് വരിക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എവിടെ വേണം ഈ ഒരു പ്ലഗിൻ്റെ കൺട്രോൾ വന്നു. കാരണം ടി വി ഓൺ ചെയ്യുന്ന ഓഫ് ആവുന്നതും ഈ പ്ലഗിലൂടെയാണ്. പിന്നെ ഈ കാണുന്നുണ്ടോ, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ള ഇപ്പം നമുക്ക് എന്തെങ്കിലും ടാറ്റ സ്കൈയോ അങ്ങനെ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ വയർ ഇതിലൂടെ താഴത്തോട്ട് പോകും. ഇതിൻ്റെ അടിയിലായിരിക്കും അവരുടെ റിസീവർ വയ്ക്കുക, ഈ ഒരു യൂണിറ്റിൻ്റെ അടിയിൽ. ഓക്കെ, അപ്പോൾ ആ വയർ പോയിട്ട് താഴത്തോട്ട് പോകാനാണ് ഈ ഒരു പൈപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിതിൻ്റെ മുകളിൽ ഒരു യൂണിറ്റ് വയ്ക്കും, അതിൻ്റെ മുകളിലാണ് ടി വി വയ്ക്കുക. ആ യൂണിറ്റ് അവിടെ കാണാൻ കഴിയും, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് അത് ഈ മതിലിനോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പ് പോകുന്ന കാണാനേ കഴിയില്ല, അല്ലെങ്കിൽ ആ വയർ ഉള്ളിലൂടെ പോകുന്നുണ്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ ഈ കാണുന്നതെല്ലാം DVRലേക്കാണ് കേട്ടോ. ഇപ്പം ശരിക്കും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, മിക്കവാറും എല്ലാവരും വൈഫൈ ആയി കഴിഞ്ഞു. അപ്പോൾ DVR വയേഴ്സാണ് ഇത് പോകുന്നത്, നേരെ ഈ ഒരു യൂണിറ്റിനുള്ളിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ലാൻഡ് കേബിൾ. ഇപ്പോൾ ശരിക്കും ലാൻഡ് കേബിളിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഇൻ്റർനെറ്റ് എല്ലാം ഫുള്ളി വൈഫൈ ആയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ ഇവിടെ ഒരു ലാൻഡ് കേബിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൻ കാണാൻ ഭംഗിയില്ലാത്ത ഈ സാധനങ്ങളെല്ലാം ഈ ഒരു യൂണിറ്റിൻ്റെ അടിയിൽ ഒരു ഡോറോ അല്ലെങ്കിൽ ഷെൽഫോ വെച്ച് നമ്മൾ കവർ ചെയ്യും. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്താലുള്ള അവസ്ഥ ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചർ. ഫിനിഷേഴ്സ് ഇതല്ല കേട്ടോ, ഈ ഒരു ഡോറിൻ്റെ ഫിനിഷേഴ്സ് ആയിരിക്കും വരിക. ഇത് ഞാൻ തുറക്കുക കേട്ടത് ശരിക്കും ഒരു സ്ലൈഡറൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ് ഇത്, ശരിക്കും ലാമിനേറ്റ് ആണ് ഈ കാണുന്നത്. ഒരു ടൈലിൻ്റെ ഫിനിഷ് അല്ലെങ്കിൽ മാർബിളിൻ്റെ ഫിനിഷിലുള്ള ലാമിനേറ്റാണ് ഈ കാണുന്നത്. ഇത് പതിയെ ഇങ്ങനെ അമർത്താൻ, സോഫ്റ്റ് ക്ലോസ് ആയതുകൊണ്ടാണ് പതിയെ പോകുന്നത്. 2 ടൈപ്പ് ഓഫ് ചാനൽസ് ഉണ്ട്, സോഫ്റ്റ് ക്ലോസും നോർമലും. സോഫ്റ്റ് ക്ലോസ് ആണെങ്കിൽ നമ്മൾ അമർത്തുമ്പോൾ അവസാനം ഞണ്ട് ചെറുതായിട്ടൊന്ന് പതിയായിട്ട് അകത്തോട്ട് കയറും. അപ്പോൾ ആ ഒരു ടപ്പ് എന്നുള്ള സൗണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് കുറച്ചും കൂടി പ്രീമിയംനെസ് തോന്നിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചറിൽ നമുക്ക് മെറ്റീരിയൽസും കൂടി പരിചയപ്പെടാം. ഇത് മൾട്ടിവുഡാണ് കേട്ടോ, അതായത് ഏകദേശം 4000 രൂപ വരുന്ന മൾട്ടിവുഡാണ്. മൾട്ടിവുഡിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വെള്ളം പറ്റിയാലും മോയ്സ്ചർ ഉണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും പറ്റില്ല ഈ ഒരു സ്ട്രക്ചറിന്. ഈ യൂണിറ്റ്സ് എല്ലാം മൾട്ടിവുഡ് തന്നെയാണ് കേട്ടോ, ഞാനത് സ്പെസിഫിക്കലി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ ലാമിനേറ്റ്, അതായത് വുഡൻ ഫിനിഷിൽ ലാമിനേറ്റ് ചെയ്താണ് ഈ കാണുന്നത്. ഇത് നമ്മളുടെ മാർബിൾ ഫിനിഷിൽ ലാമിനേറ്റ് ചെയ്താണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രീമിയംനെസ് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോഴല്ല, ഈ വർക്ക് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഫിനിഷ് ഇവിടെ വരുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ഈ സാധനം വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പൈപ്പിൻ്റെ ഇവിടെ ഒരു ഹോള് ഇവിടെ ഇടും, ഒരു മാർക്ക് വെച്ചിട്ടുണ്ട്, ഇവിടെ ഇടും. അപ്പോൾ നമുക്ക് ആ വയർ അങ്ങോട്ട് എടുക്കാം. പിന്നെ ഇവിടെ ഒരു പ്ലഗും വരും, ആ ടി വിയിലോട്ടുള്ള, അത് നമുക്കിവിടെ വരും. ആ 2 കട്ടിങ്സും ചെയ്യാൻ ബാക്കിയുണ്ട്. ഇതാണ് എൻ്റെ സൈഡ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ അവർ ചെറിയൊരു കണക്ഷൻ ബാക്കിലുണ്ട്. വയർ ഇതിലൂടെയാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഷെൽഫിലും ചെറിയൊരു ലൈറ്റിങ്ങിൻ്റെ പൊസിഷൻ നമുക്ക് കാണാൻ കഴിയും. ലൈറ്റിങ്ങിൻ്റെ ഇതിലോട്ട് വയർ ഈ പുറത്തുള്ള എലമെൻറ്റിലൂടെ വന്നിട്ട് ഉള്ളോട്ട് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ലാമിനേറ്റ് ഒട്ടിക്കും. അപ്പോൾ ഈ വയർ ഉള്ളിൽ കൂടെ പോകുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ചെറിയൊരു ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കെയർഫുള്ളി എടുക്കുക. കാര്യം എവിടെ പ്ലഗ് പോയിൻറ്റ്സ് ഇടണം, ഓക്കെ, എവിടെയൊക്കെ പ്ലഗ്സ് ഉണ്ട്, ഓക്കെ, പിന്നെ എവിടെയൊക്കെയാണ് ഈ ടി വിയുടെ കൺട്രോൾ ഉള്ളത്, ഏതിലൂടെയൊക്കെയാണ് വയർ കൊണ്ടുവരേണ്ടതെന്നൊക്കെ ആദ്യമേ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ കാർപ്പൻ്റർ വിളിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.